എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് കുറേ കമൻസും അതിൽ കുറേ പേര് പേഴ്സണൽ നമ്പറൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ള റിപ്ലൈയും പിന്നെ എന്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, കുറേ പേര് നെറ്റ്വർക്കിംഗ് ആൻഡ് IT എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് എന്താണ് ഓപ്ഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പലരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പം IT ആൻഡ് നെറ്റ്വർക്കിംഗ് അങ്ങനെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോബ്സ് ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പം തേർഡ് പാർട്ടി കൺട്രി ആയതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു വിസയിൽ കയറി വന്നിട്ട് പിന്നീട് ജോബിലേക്ക് മാറുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എനിക്ക് അതിന് ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ ഈ ക്ലീനിങ് ആയാലും വോൾട്ട് ആയാലും ഫുഡ് ഡെലിവറി ആയാലും എങ്ങനെയും എത്തിപ്പെടാം. ഏതെങ്കിലും ഒരു വർക്ക് പെർമിറ്റിന് വരാം. ഏതെങ്കിലും ഒരു വർക്ക് പെർമിറ്റിന് വന്നിട്ട് പിന്നെ എംപ്ലോയർ ചേഞ്ച് ആക്കുക. നമ്മൾ ലിങ്ക്ഡിൻ ആയിരിക്കും ഏറ്റവും നല്ല സൈറ്റ്. കാരണം ഞാനൊക്കെ ജോലി കണ്ടുപിടിക്കുന്നത് ലിങ്ക്ഡിനാണ്. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ഇന്റർവ്യൂക്ക് ശേഷം ഒരു പുതിയ സന്തോഷ വാർത്ത ഉണ്ട്. ഇപ്പൊ പുള്ളിക്ക് ബിടെക്കാരനാണല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആൾക്ക് പുതിയൊരു ജോലി കിട്ടിയിരുന്നു. അത് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ലിങ്ക്ഡിൻ വഴിയാണ്. ലിങ്ക്ഡിൻ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ IT റിക്രൂട്ടിംഗ് ഏജൻസികളുണ്ട്. അപ്പം IT റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല കമ്പനികൾക്ക് ഡയറക്റ്റ് തേർഡ് പാർട്ടി കൺട്രീസിനെ, യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള കൺട്രീസിൽ നിന്നുള്ള സിറ്റിസനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഫയർ വാൾ ഇവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇവർക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ CV ഫോർവേഡ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇൻ്റർവ്യൂവിൽ നമ്മൾ നല്ലോണം പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഡയറക്റ്റായിട്ട് കയറാൻ പറ്റും. പക്ഷേ ഡയറക്റ്റായിട്ടാണ് കയറുന്നത്, ഏജൻസി വഴിയല്ല. ഏജൻസിക്ക് ഡ്യൂട്ടി എന്തിട്ടാന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ അവർക്ക് കൊടുത്തിട്ട് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിപ്പിച്ച് സെറ്റാക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻ്റർവ്യൂവിന് പെർഫോമൻസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ജോലിയും പാക്കേജും ഒക്കെ കിട്ടി കഴിയുമ്പം നമുക്ക് ഈ ഏജൻസിക്ക് കമ്മീഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഈ കമ്പനി അവർക്ക് പേ ചെയ്യും. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ഇപ്പൊ എഞ്ചിനീയർ ആയിട്ട് ഡയറക്റ്റ് പഠിക്ക് വല്ല നോക്കിയിരുന്ന ഭയങ്കര ടഫാണ്. ഈവൻ ജർമ്മനിയിലേക്ക് വരെ ഇവിടെ വന്നിട്ട് ജർമ്മനിക്ക് ജോബ് സീക്കിംഗ് വിസ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വിസ വരെ ഉണ്ട്. അവർ അങ്ങനെ വന്നിട്ടാണ് ജർമ്മനിയിലൊക്കെ ഉള്ള ആൾക്കാർക്കും ജോലി കിട്ടുക. എങ്ങനെ വന്നാലും ഇവിടെ വന്നിട്ട് മാറാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഈസി. ബാക്കി 100-ൽ 10% ആണെങ്കിൽ ഇതൊരു 60-70% കൂടുതൽ ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടെ. നമ്മളെന്തായാലും ഷോർട്ട് വീഡിയോ ആണ് പ്ലാൻ ചെയ്തെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സംശയങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഒരുപാട് കമന്റ് ഉണ്ടായി. അപ്പൊ നമുക്ക് ഷോർട്ട് എന്നുള്ള ഇത്തിരി ലോങ് ആക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ PR-നെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. PR എന്ന് പറഞ്ഞാൽ മാൾട്ട ബേസിക്കലി ഒരു ഐലൻഡ് ആണ്. ഇവിടെ ആകെ 5 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ ഇമിഗ്രൻസ് 2 ലക്ഷം ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തം 7 ലക്ഷം ആൾക്കാർ. എത്രയും ആൾക്കാരെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ അങ്ങനെ PR എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനിൽ PR കൊടുക്കാത്ത ഒരു കൺട്രിയാണെന്ന് തോന്നുന്നു. അതും 12 ഇയേഴ്സ്. ഞാൻ ഈ അടുത്തൊരു സൈറ്റിൽ പോയപ്പം അവിടെ 12 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പുള്ളിയുണ്ട്, ഒരു പാകിസ്ഥാനി. പുള്ളിക്ക് ഇപ്പോഴാണ് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. പുള്ളിയുടെ ഭാര്യ നഴ്സാണ്, പുള്ളി സെക്യൂരിറ്റി തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് വെക്കാൻ പറ്റുള്ളൂ. അതും ഓൺ ഗോയിങ് ആണ്. ഇവിടെ ഭയങ്കര ടഫാണ്. അത്രയും PR ഒന്നും മോഹിച്ചിട്ട് മാൾട്ടയിലേക്ക് ആരും വരണ്ട. ഇത് ഗൾഫിനേക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു മാൾട്ടയിൽ മാത്രമാണ് തോന്നുന്നു ഈ ബുദ്ധിമുട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ, പോളണ്ടിലൊക്കെ PR കിട്ടില്ലേ? പോർച്ചുഗലിലാണ് ഏറ്റവും ഈസി ആയിട്ട് ഏത് അതായത് ക്വാളിഫിക്കേഷൻ ഒന്നല്ല, അവിടുത്തെ റെസിഡൻസി പൂർത്തിയാക്കിയ ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ളത് എൻ്റെ അറിവിൽ പോർച്ചുഗലാണ്. പക്ഷെ അതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ അത് ഈ ഒരു ചെറിയ വീഡിയോയിൽ കൊള്ളില്ല. അത് ഞാൻ എന്തായാലും അടുത്ത ആഴ്ച അങ്ങോട്ട് പോകുന്നുണ്ട് എൻ്റെ പേപ്പറിൻ്റെ ബാക്കി വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പോയിട്ട് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ. പിന്നില്ലടാ, മെയിനായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു കമന്റിൽ തന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് നമ്മളടുത്ത് ചോദിച്ചു, നേഴ്സാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ചേച്ചി വന്നിട്ട് കെയറായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുമോ, കുട്ടീനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. കെയറായിട്ട് വരുമ്പോൾ ഫാമിലിനെ അങ്ങനെ അത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം കെയർമാർക്ക് അവർ ഡിപ്പെൻഡ് വിസ കൊടുക്കുന്നില്ല. അവർക്ക് ചെയ്യാവുന്ന അഡാപ്റ്റേഷൻ ചെയ്ത് നേഴ്സായി കഴിയുമ്പോൾ അവർക്ക് ഫാമിലിനെ കൊണ്ടുവരാം. നേഴ്സുമാരുടെ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഒരു ഡയറക്റ്റ് നേഴ്സ്. ഇതെല്ലാം കുറെ കാറ്റഗറീസ് വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എഞ്ചിനീയേഴ്സിന്റെ അവരുടേതായ ഡൗട്ടുകൾ ഉണ്ടാവും, നഴ്സുമാർക്ക് അവരുടേതായ ഇതുണ്ടാവും, ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ 10ാം ക്ലാസ് മാത്രമുള്ളവർക്ക് അവരുടേതായ സംശയങ്ങൾ. പറഞ്ഞ മാതിരി നമ്മളിപ്പോ 1 മണിക്കൂർ 2 മണിക്കൂർ എന്ന് പറഞ്ഞാലും സംശയങ്ങൾ തീരില്ല. അത് മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ നമ്മളെല്ലാം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് സംശയങ്ങൾ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഇത്തിരി കൂടി നമുക്കൊരു തൃപ്തി ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കാണാണ്ട് പലരും ഇരുന്നിട്ട് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും. അതാകുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമം.
അല്ലാത്ത നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് വിഷയമില്ല. നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞുതരും. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്ന എല്ലാവർക്കും നമ്പർ കൊടുത്തിരുന്നു. എല്ലാവർക്കും നമുക്കറിയാവുന്ന രീതിയിലുള്ള ആൻസറൊക്കെ എല്ലാവർക്കും നമ്മളിത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളൊരു ഏജൻസി നടത്തുന്നവരോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങൾക്ക് ഇവിടെ ആരും കൊണ്ടുവരാനുള്ള ഉദ്ദേശമില്ല. അതിന് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ ഒരാൾക്ക് എത്തിപ്പറ്റാം, എങ്ങനെ ജോലി കിട്ടാം. കാരണം കണ്ടമാനം ആൾക്കാർ ഇവിടെ വന്നിട്ട് കൊണ്ടുവന്നവർ ജോലിക്ക് കയറാൻ പറ്റാണ്ട് നടക്കുന്നുണ്ട്. അത് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. ഞാനൊക്കെ വന്നതും ഏകദേശം അതേപോലെ, എനിക്കൊന്നും ഗൈഡ് ചെയ്ത് തരാൻ ഒരാളുണ്ടായില്ല. അന്നത്തെ സാഹചര്യം മാറി. ഇന്ന് സാഹചര്യം കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണ്. എല്ലാവർക്കും ഇന്റർനെറ്റിൽ ആക്സസ് ആണ്. എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇപ്പൊ മാൾട്ടയ്ക്ക് വരാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. മാൾട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലേക്ക് വരാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഇവിടെ ഒരു ഈ പറഞ്ഞ മാതിരി ഗൈഡ് അതിന് ആരും ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അറിവൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇത്രയും വർഷം നിന്നതിന്റെ ഒരു അനുഭവത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. അല്ലാണ്ട് നമ്മള് ഏജൻസിയോ ഞങ്ങള് മാൾട്ട ആണെങ്കിലും ഷെങ്കൻ വിസ അറിയാലോ. ഷെങ്കൻ വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാനൊരു കാര്യം കേട്ടെ, ഷെങ്കൻ വിസ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനല്ലേ നമുക്കറിയാം, പക്ഷെ അത് കേൾക്കണവർക്ക് അറിയില്ല എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് മിക്ക ഏജന്റുമാരും ഏജൻസികളും പറയുന്നതാണ് അതൊരു ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 26 കൺട്രീസ് ഉണ്ട് യൂറോപ്യൻ യൂണിയനിൽ. യൂറോപ്യൻ യൂണിയനിൽ ഷെങ്കൻ എഗ്രിമെന്റ് ഉള്ള 26 കൺട്രീസ് ഉണ്ട്. അതിൽ സ്വിറ്റ്സർലാൻഡ്, ഫിൻലാൻഡ്, നോർവേ, ഐസ്ലാൻഡ്, അങ്ങനെ റിച്ചസ്റ്റ് കൺട്രീസ് ഉണ്ട്. മാൾട്ട, പോളണ്ട്, പോർച്ചുഗൽ പോലത്തെ ഒരു മീഡിയം റേഞ്ചുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഇത്രയും കൺട്രീസിൽ നമുക്ക് വിസ ഫ്രീ ട്രാവലിംഗ് ഉണ്ട്. വിസ വേണ്ട. അതായത് ഇപ്പൊ മാൾട്ടയിൽ ID കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് വിസ ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട് അല്ലെങ്കിൽ ഡൽഹി, മുംബൈ ഒക്കെ പോണ മാതിരി നമുക്ക് ഈ ID കാർഡ് മതി. അത് വെച്ചിട്ട് ഈ പറഞ്ഞ എല്ലാ രാജ്യത്തിലേക്ക് പോകും. അതല്ലാണ്ട് ഈ ഷെങ്കൻ കൺട്രി അല്ലാണ്ട് കുറച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാൻ പറ്റും. ഞാൻ പോയപ്പോ നമുക്ക് ഓണറൈവൽ വിസ ആയിരുന്നു. ഓണറൈവൽ വിസ എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് വിസ ഫ്രീ ആയിരുന്നു. ബൾഗേറിയ വിസ ഫ്രീ ആയിരുന്നു. ദുബായ്ക്ക് പോയപ്പോഴാണ് ഓണറൈവൽ കിട്ടിയത്. അവിടെ ചെല്ലുന്നു, അവർ നമ്മളോട് ചോദിക്കും ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ, എത്ര നാൾ നിൽക്കും, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നമുക്ക് അപ്പം തന്നെ സ്റ്റാമ്പ് ചെയ്ത് തരും. ഈ പറഞ്ഞ മാതിരി ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു 6 മാസം ഏത് ഫീൽഡിൽ വന്നാലും ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഇവിടെ വന്നൊന്ന് പേര് പിടിക്കാൻ തന്നെ ഒരു ടൈം എടുക്കും. പിന്നെ ഷെങ്കൻ കൺട്രീസിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പം മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു IT എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കേരള നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി നമ്മൾ ജർമ്മനിയിലോ സ്വിറ്റ്സർലാൻഡിലോ ഏതെങ്കിലും ഫിൻലാൻഡിലോ, കാരണം IT നെറ്റ്വർക്കിംഗ് അത്രയും ഭാഷകൾ ഡിമാൻഡ് ചെയ്യാത്ത പ്രൊഫഷൻസ് ആണ്. അപ്പം അവിടെ നമ്മളൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നമുക്ക് അവർ ഒരു ജോബ് ഓഫർ തരാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വിസ, കറൻ്റ്ലി മാൾട്ടീസ് വിസയോ പോർച്ചുഗീസ് വിസയോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് കൺവേർട്ട് ആവും. അവർക്ക് നമ്മൾ ഹയർ ചെയ്തിട്ട് നമ്മുടെ വിസ അവർക്ക് മാറ്റിത്തരാൻ പറ്റും. അതുമാതിരി തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ചേച്ചിയെ തോന്നുന്നു, ചേച്ചി വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഇവിടെ പൈസ കൊടുത്ത് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇങ്ങനെ ഇന്നമാതിരി പൈസ കൊടുത്ത് 6 മാസം കഴിഞ്ഞ് തരാം. പക്ഷെ നമ്മൾ ഈ പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഇതുമാതിരി ആരെങ്കിലോടൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ മുമ്പേ പോയിട്ടുള്ളവരടുത്തൊക്കെ പോകുന്നതായിരിക്കില്ല ഇത്തിരി കൂടി ബെറ്റർ അല്ലെ? അതാണ് ബെറ്റർ. പക്ഷെ ഈ 6 മാസം 8 മാസം എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം അറിയാലോ, നമ്മുടെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ആഴ്ച വന്നത് 2 കൊല്ലത്തോളം എടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് കൊണ്ടുപോയ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസമുള്ളവരെ നോക്കി എടുക്കേണ്ടതായിരിക്കും ഇത്രയും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത ഏജൻസി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ട് വെറുതെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പൈസ കൊടുക്കണം. അതാണ് ഇപ്പൊ ഏറ്റവും പെട്ടുപോണത് ആൾക്കാർ. പിന്നെ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ മാൾട്ടയിൽ ചിലപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി പരിചയക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെയാണ് ഞങ്ങള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഞങ്ങൾ ഇനി യൂറോപ്യൻ ടൂർ വരുന്നുണ്ട്. അതായത് വേറൊരു ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങളുടെ ഒരു ആൽബം വരുന്നുണ്ട്, മ്യൂസിക്കൽ ആൽബം. അതൊക്കെ ഞങ്ങള് എല്ലാം കൂടെ ഒരു ഫുൾ എന്റർടൈൻമെന്റ്, അതായത് ജോലി സംബന്ധമായത് നല്ല നല്ല വ്ളോഗുകള്. ഇതേപോലെ ഡൗട്ട്സ് വരാണെങ്കിൽ നമ്മളെ നിങ്ങളൊരു ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ പഠിച്ചിട്ട് പരമാവധി പഠിക്കാൻ ശ്രമിച്ച് അതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഇടാനും ശ്രമിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ മുമ്പ് പറഞ്ഞു നമ്മളെല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരി അടുത്തതും ഇനി എത്ര ഇതുമാതിരി കമന്റുകൾ വന്നാലും അതിന് മാക്സിമം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച്
അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കമ്പനികളിലൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിച്ചു അല്ലെങ്കിൽ പോയി ചോദിച്ചിട്ടൊക്കെ ആയാലും മാക്സിമം ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്കത് പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരാളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോവാ ചോദിക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനു വേണ്ടി ഇറങ്ങിക്കാണ്. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഐ ടി എഞ്ചിനീയേഴ്സിനും നെറ്റ്വർക്കിങ്ങും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിനക്കിപ്പോ 3 ഇന്റർവ്യൂ കണ്ടല്ലേ നീ ഇപ്പൊ ബിടെക്? ഞാൻ വന്നിട്ട് 4 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഇന്റർവ്യൂ പൊട്ടി പാളീസായി പോയി. അത് എപ്പിക്കലായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറെ അവരുദ്ദേശിച്ച എക്സ്പീരിയൻസ് ആയിരുന്നില്ല. എന്റെ വേറെ ഫീൽഡായിരുന്നു, അവരുദ്ദേശിക്കുന്നത് വേറെ ഫീൽഡിലേക്കായിരുന്നു. പിന്നെ കിട്ടിയ 3 നിനക്ക് കിട്ടിയ ടെലികോം ബേസ്ഡ് തന്നെ 2-3 കമ്പനിയിൽ കിട്ടിയായിരുന്നു. പക്ഷെ അത് ഈ ഓഫർ നെഗോസിയേഷനിലൊക്കെ ആയിട്ട് പെൻഡിങ് വെച്ചേക്കാണ്. അപ്പോഴാണ് ഇപ്പം ഈ ഓഫർ വന്നേക്കുന്നത്. അത് നെഗോസിയേഷനൊക്കെ നമ്മൾ ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്ക് അത്രയും ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാശിന് എന്തായാലും നമുക്ക് ജോലി കിട്ടും. കാരണം അവരെ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ എത്രത്തോളം ഇമ്പ്രസ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പാക്കേജ് വരാം. അപ്പം അതിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റിയിട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർ ആ ഒരു ഫയർ വാൾ ഞാൻ പറഞ്ഞില്ലേ, ആ തേർഡ് പാർട്ടി കൺട്രി സിറ്റിസൺ എന്നുള്ളൊരു ഫയർ വാൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി ടഫാണ്. അത് ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയിട്ട് വരൂ, ഡോക്ടറായിട്ട് വരൂ, നഴ്സായിട്ട് വരൂ എന്ന് വിചാരിച്ചിരിക്കാണ്ട് കിട്ടിയത്, അതായത് ഫുഡ് ഡെലിവറിയോ അതല്ലാന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങോ എന്തെങ്കിലും ഒരു കിട്ടണ വിസയിൽ വർക്ക് പെർമിറ്റിൽ കയറി വരാം. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു വിസയിൽ വന്നിട്ട് നല്ല ജോലികൾ, അവരെ കോർ ജോലികളിലേക്ക് മാറിയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും കുറെ പേര് അങ്ങനെ ഉണ്ട്. അപ്പം അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ അടുത്ത് ചെയ്യാൻ പറ്റുന്ന തോന്നല്ലേ. കാരണം അടുത്ത ആഴ്ച പുള്ളി ദുബായില് പോവാണ് ഒരു ആവശ്യത്തിന് വേണ്ടി. പുള്ളി പോയി വന്നിട്ട് എന്തായാലും ചെയ്യണമായിരിക്കും ആ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമാരത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു, ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുമാതിരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ നമ്മൾ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കണത് തന്നെ. അപ്പൊ ഇനി നമുക്ക് വലിച്ചു നീട്ടി ഒരുപാട് ലെങ്തിലേക്ക് പോകണം. നമുക്ക് ഇവിടെ വെച്ചിട്ട് അപ്പം ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.